ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓരോ കൊല്ലവും കലണ്ടർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഗണേശ ചതുർത്ഥി എപ്പോഴാണെന്നാണ് കേട്ടോ. അതെന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ അത് നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും ഏറ്റവും വലിയ ആഘോഷമാണ് കേട്ടോ. ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെ ഓരോ മുക്കും മൂലയും ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അടുക്കളയും ഫ്രിഡ്ജും ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കും. പൂജയ്ക്കും ആഘോഷങ്ങൾക്കും ആവശ്യമായ സാധന സാമഗ്രികൾ അത് ലിസ്റ്റ് ഉണ്ടാക്കുക, അതെവിടെ നിന്നൊക്കെ വരുത്തണം, ആരെയൊക്കെ എന്തൊക്കെ ഏൽപ്പിക്കണം, ഇതൊക്കെ നമ്മൾ ഒരു മാസം മുൻപേ മുതൽ നമ്മൾ എഴുതി വയ്ക്കാനും ഏൽപ്പിക്കാനും ഒക്കെ തുടങ്ങും. ഗണപതി ഭഗവാന്റെ വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ആദ്യം തന്നെ രാവിലെ വീടിൻ്റെ അകത്തൊക്കെ ശുദ്ധിയാക്കിയിട്ട് ഒരു നാളികേരവും ഭഗവാന് സമർപ്പിക്കും. മഞ്ചേശ്വരത്ത് നിന്നാണ് കേട്ടോ ഞങ്ങളുടെ ഗണപതിയെ കൊണ്ടുവരുന്നത്. വിഗ്രഹം ഓൾറെഡി നമ്മുടെ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂജയ്ക്ക് 2 ദിവസം മുമ്പ് എൻ്റെ ഭർത്താവും പിന്നെ ചേച്ചിയുടെ മകനും കൂടി പോയിട്ടാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ശ്രേയസിന് എക്സാം ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ശ്രേയസും ഉണ്ടായിരുന്നു ഭഗവാനെ സ്വാഗതം ചെയ്യാൻ. നല്ല പട്ടുവസ്ത്രം കൊണ്ട് മൂടിയിട്ടാണ് ഭഗവാന്റെ വിഗ്രഹം വീട്ടിനകത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പൂജയുടെ ദിവസം രാവിലെ അല്ലാതെ നമ്മളത് തുറക്കാൻ പാടില്ല. ശ്രേയസിന് എക്സാമിന് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നേരത്തെ ലിസ്റ്റ് പറഞ്ഞേൽപ്പിച്ച പ്രകാരം ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അതിനായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റാൻഡ് തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പൂജയുടെ തലേ ദിവസമാണ്. അപ്പോൾ രാവിലെ എണീച്ച് ആദ്യം തന്നെ വീടിൻ്റെ അകത്ത് ഒക്കെ വൃത്തിയാക്കി ഇനി ഞങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങും കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനുള്ള, പൂജയുടെ ദിവസം ഉണ്ടാക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഞങ്ങൾ തുടങ്ങും. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരും പിന്നെ ചെറിയമ്മമാരും ചെറിയച്ചന്മാരും പിന്നെ കസിൻസും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അരച്ച് വെക്കാനുള്ള സാധനങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ കുളിച്ച് വന്ന് അതൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ വിഭവങ്ങളും ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ അത്രയും ഒരുമിച്ച് വച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് പ്രസാദം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്കത്തെ ഊണിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ ചേനയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പ്ലാവിൻ്റെ ഇലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്, അത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വഴിയെ പറയാം. നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച ഉഴുന്ന് പല ബാച്ചുകളായിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കും. ഇത് നമ്മൾ പകിളോ എന്നാണ് പറയുക. ഇത് മംഗലാപുരം ഭാഗത്തൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ള പ്രസാദം ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി. ഇത് ശർക്കര ഉരുക്കുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ 2 എക്സ്ട്രാ അടുപ്പൊക്കെ ഫിറ്റ് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ പണിയൊന്നും തീരൂല. അപ്പോൾ വേറൊരു അടുപ്പിൽ പ്രസാദം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കുന്നുണ്ട് ഒരാൾ. അതിനിടയ്ക്ക് നമ്മളൊരു ചെറിയ ബ്രേക്കും എടുത്തു കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മൾ തേങ്ങ ചിരവുന്നതാണ്. അപ്പോൾ ഓരോ വിഭവത്തിനും ഇത്ര തേങ്ങ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. അത് അമ്മയുടെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എല്ലാ വിഭവത്തിൻ്റെയും എത്ര ഇൻഗ്രീഡിയൻസ് വേണം, എത്ര അളവിൽ വേണം, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. അടുത്തതായിട്ട് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പ്ലാവില, അത് ഇങ്ങനെ മടക്കി ഒരു കൊട്ട പോലെ ഉണ്ടാക്കി, അതിന് നമ്മൾ കൊങ്കിണിയിൽ കൊട്ട എന്നാണ് പറയുക കേട്ടോ. നമ്മുടെ സാധാരണ കോക്കനട്ട് ചട്നീൻ്റെയോ സാമ്പാറിൻ്റെയോ ഒപ്പം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് അധ്വാനം വേണം, പക്ഷേ അടിപൊളിയാണ് കഴിക്കാൻ.
അപ്പോൾ ഇപ്പോൾ ചെറിയച്ഛനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഗണേശ ചതുർത്ഥി വരുന്ന സമയത്ത് ഫാമിലിയിലെ എല്ലാവരും, ഇപ്പോൾ ശ്രേയസും വേദ്യയും വരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ട് ഇരിക്കും. ഈ പകിളോ നമ്മൾ പൊരിച്ചെടുക്കും കേട്ടോ. മുളക് പൊടിയും കായവും ഉപ്പും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് പൂജയുടെ ദിവസം രാവിലെ ഇത് കുഴച്ച് വെക്കും, മാരിനേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഏകദേശം ഉച്ചയാവുന്ന സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യും. ചെറിയ സ്ലൈസായിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഒരു 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് കട്ട് ചെയ്യുക കേട്ടോ. ഇതുകൂടാതെ നമ്മൾ ഈ മത്തൻ്റെ ഇല കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കും. ഇതിനെ മത്തനെ നമ്മൾ ദുദ്ദി എന്നാണ് കൊങ്കണിയിൽ വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇല ദുദ്ദി പന്ന പൊടി എന്നാണ് ഇത് ഫ്രൈ ചെയ്യുന്നതിനെ കൊങ്കണിയിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഉച്ചയൂണിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പപ്പടം ഫ്രൈ ചെയ്യുകയാണ് ഒരാൾ. ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയ നല്ല അടിപൊളി പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രോസറി ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ടൈമും ഇതുപോലെ നല്ല പപ്പടം അയച്ചു തരണമെന്ന്. ചേമ്പില കൊണ്ടുള്ള പത്രോട ഉണ്ടാക്കാനുള്ള മസാലയാണ് കേട്ടോ ഇപ്പോൾ ഈ ഗ്രൈൻഡറിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പത്രോട കൊങ്കണികളുടെ ഒരു ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ. ഉച്ചയൂണിന് മുമ്പായിട്ട് പ്രസാദം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസും പിന്നെ ഈ പത്രോട പോലത്തെ വിഭവങ്ങൾക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും മറ്റ് ജോലികൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ ഒരു പൂജയുടെ അവസരത്തിലായാലും ഈ എല്ലാ ജോലികളും ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം നമ്മൾ അറിയാറില്ല കേട്ടോ. എത്ര ജോലികളുണ്ട്, അത് എത്ര ചെയ്താലും നമ്മൾ ആ ഒരു തളർച്ച ആ ഒരു സമയത്ത് നമ്മൾ അറിയാറില്ല. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ ചതുർത്ഥി പൂജയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോവാറായിരുന്നു പതിവ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്നിട്ടാണ് ഇത്രയും ജോലികൾ, ഇത്രയും എഫേർട്ടൊക്കെ ഈ ഒരു ഒറ്റ ദിവസത്തെ പൂജയ്ക്ക് പുറകിലുണ്ട് എന്ന് അറിയുന്നത്. മീൻസ് 10-15 പേര് ഒരുമിച്ച് ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് ആ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചെറിയമ്മമാരായാലും എൻ്റെ അമ്മായിയമ്മയായാലും വലിയമ്മയായാലും അവരുടെ ഈ ഏജിലും നല്ല ആക്റ്റീവായിട്ട് ഒരുമയോടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ കസിൻസിനും അതൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. ഈ പത്രോടമൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കും കേട്ടോ അടുത്ത ദിവസത്തേക്കായിട്ട്. പിന്നെ ഇത് രാത്രിയിലെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെറിയച്ഛനൊക്കെ ഇപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള ലഡ്ഡുവും അപ്പവും ഒക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഓരോ ജോലികളിൽ ബിസിയാണ് കേട്ടോ. അപ്പവും ലഡുവും ഒക്കെ പാക്ക് ചെയ്ത് പ്രത്യേകം പാക്കറ്റ്സിലാക്കിയിട്ട് അത് എടുത്ത് വയ്ക്കും. അടുത്തതായിട്ട് ഭഗവാനെ ഇരുത്താനുള്ള മണ്ഡപം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് കസിൻസും ചെറിയച്ഛനും ഒക്കെ കൂടിയിട്ട് ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ഈ മണ്ഡപം ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അത് പിന്നെ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് ഓരോ തവണയും ചതുർത്ഥീൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും അത് സെറ്റ് ചെയ്ത് വെക്കും. അടുക്കളയിലാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസത്തേക്കുള്ള അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. രാത്രി ഏകദേശം പണികളൊക്കെ തീർന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങളിരുന്ന് ഈ ലൈറ്റൊക്കെ ഇട്ടൊന്ന് നോക്കിട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ദിവസത്തെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തിരക്കാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചതുർത്ഥി ദിവസത്തിലെ വിശേഷങ്ങളുമായിട്ട് നാളെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടു കേട്ടോ. താങ്ക് യു.